1996 മുതൽ 2000 വരെയാണ് മണക്കാലെ പഠിച്ചത്. ഞാൻ PDCക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റ് IPCയിൽ നടന്നൊരു താലന്ത് പരിശോധനയിലാണ് ആദ്യമായിട്ട് ഒരു കഥ എഴുതി. ആ കഥയ്ക്ക് അന്ന് അവിടെ ഫസ്റ്റ് കിട്ടി. അതിനുശേഷം മാർക്കൊക്കെ ഇട്ട് സമ്മാനം ഒക്കെ അനൗൺസ് ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ അവിടെ മാർക്കിട്ട ജഡ്ജ് എന്നെ കണ്ടെത്തി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് നല്ല കഥയായിരിക്കുന്നു, ഹൃദയസ്പർശിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് എഴുതുന്ന ഒരു കഥ മാത്രം. അപ്പോൾ അതെനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒത്തിരി സന്തോഷമായി തോന്നി. ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് എഴുതി കൊടുക്കുന്ന പേപ്പർ തിരിച്ചു തരത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നത് ഓർമ്മയിൽ നിന്ന് വീണ്ടും എഴുതിയ കഥ അന്നത്തെ ഒരു പെന്തക്കോസ്ത് മാഗസിൻ ഉണ്ടായിരുന്നു, വേൾഡ് ഇവാഞ്ചൽ. അവർക്ക് അയച്ചു കൊടുത്തു. അവരത് ഭംഗിയായിട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പം പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. അന്ന് ഞാൻ ക്രിസ്ത്യൻ കോളേജിലെ PDC പഠിക്കുന്ന കാലമാണ്. എൻ്റെ അതേ ബാച്ചിൽ പഠിക്കുന്ന മറ്റൊരു വിശ്വാസിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കഥ എവിടുന്നോ വായിച്ചിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ കഥ വായിച്ചു, നല്ലതായിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എഴുതുവാനൊരു നിയോഗമുണ്ട് എന്ന് അന്ന് തോന്നി. പക്ഷെ പിന്നെ എഴുതൊന്നുമില്ല. പിന്നെ ഡിഗ്രിക്ക് പോയി. പിന്നെ മണക്കാലെ വന്ന് ചേർന്ന് ഫസ്റ്റ് ഇയർ ആയപ്പോൾ ട്രാക്റ്റ് എഴുതണമെന്നൊരു പ്രേരണയുണ്ടായി. ഞാൻ ആദ്യം എഴുതിയ ട്രാക്റ്റ്, അന്ന് ധനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യം എഴുതിയ ട്രാക്റ്റ് എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ബിജു പി ശാമയിൽ നല്ല കയ്യക്ഷരത്തിൽ എഴുതി തന്നു. അത് കുറച്ച് ഫോട്ടോ കോപ്പി എടുത്ത് കുറച്ച് ആളുകൾക്കൊക്കെ കൊടുത്തു. അതോടൊപ്പം തന്നെ ചിലർക്കൊക്കെ അയച്ചു കൊടുത്തു. പിന്നെയും മനസ്സിൽ പ്രേരണയുണ്ടായി, ഇങ്ങനെ കോപ്പി എടുത്ത് ചെയ്താൽ പോരാ, പ്രിൻ്റ് ചെയ്യണമെന്നൊരു പ്രേരണയുണ്ടായി. അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രാക്റ്റ് എഴുതി, ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ. ഒരു ചെറിയ ബുക്കിലെറ്റ്, 10-12 പേജുള്ള ഒരു ബുക്കിലെറ്റ്. അതന്ന് ഒരു ചെറിയ പ്രസ്സിൽ കൊടുത്തു. അടിക്കാൻ അത് പ്രിൻ്റ് ചെയ്യാനുള്ള പൈസ അന്ന് കുറവുണ്ടായിരുന്നു. അത് അവർ പ്രസ്സുകാർ പറഞ്ഞു, സ്റ്റാപ്പിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് ജോലിയുടെ ചിലവൊക്കെ കുറച്ച് തരാം. ഞാനും എൻ്റെ സുഹൃത്തും പോയി പ്രസ്സിലിരുന്ന് അനേക മണിക്കൂറുകളെടുത്ത് ആ ബുക്കുകളെല്ലാം സ്റ്റാപ്പിൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ പൈസ കുറച്ച് കിട്ടി. അത് പ്രസിദ്ധീകരിപ്പാനിടയായിത്തീർന്നു. എങ്കിലും രണ്ടാം പ്രാവശ്യം ഞാൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പടി ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 100 രൂപ കുറവുണ്ട് പ്രസ്സിൽ കൊടുക്കുവാൻ. ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്ത് ജോയ് ക്ലെമൻ്റ് എൻ്റെ കയ്യിലേക്ക് 100 രൂപ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് ട്രാക്റ്റിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് എത്ര കുറവുണ്ടായിരുന്നോ അത്രയും തുകയാണ് അദ്ദേഹം കൃത്യമായി തന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗം അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ട്രാക്റ്റ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും അത് 10,000 അടിച്ചു. പല ട്രാക്റ്റുകളും എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിലെ പഠനത്തിന് ശേഷം കൊട്ടാരക്കരയിലുള്ള കേരള തിയോളജിക്കൽ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ പുസ്തകം എഴുതാൻ ഒരു നിയോഗം ഉണ്ടായത്. അന്ന് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് പത്തനാപുരത്തേക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ മനസ്സിൽ പറയുന്ന പോലെ തോന്നി, പുസ്തകം എഴുതണമെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിൽ തന്ന ചില വാക്കുകൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ബാഗിൽ നിന്ന് പേപ്പർ എടുത്ത് കുറിച്ച് വെച്ചു. അത് സാധാരണ വാക്കുകളാണ്. വിശ്വാസം, വിനയം, വിശുദ്ധി, വിശ്വസ്തത, വിളിതിരിച്ചറിയുക. ഇങ്ങനെ ഒരു 10 വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഞാനത് പേപ്പർ എടുത്ത് കുറിച്ച് വെച്ചു. വീട്ടിൽ ചെന്ന് അത് ഓരോന്നും ഓരോ അധ്യായമാക്കി. അങ്ങനെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു, വിജയത്തിൻ്റെ വാതിലുകൾ. ആ പുസ്തകം പ്രസ്സിൽ കൊടുത്തപ്പോൾ അന്നൊരു 12,000 റുപ്പീസ് വേണമായിരുന്നു ഇത് പ്രിൻ്റ് ചെയ്യാൻ. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അതൊരു വലിയ എമൗണ്ടായിരുന്നു. അത് തികയത്തില്ലായിരുന്നു. അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്ന് ഭാരപ്പെട്ടു. പക്ഷേ സുവിശേഷത്തിന് താങ്ങും തണലുമായി നിന്ന തിരുവല്ല ഇവാഞ്ചൽ പ്രസ്സുകാർ പറഞ്ഞു, പൈസ കുറേശ്ശെ തന്നാൽ മതി, സാറ് പ്രസിദ്ധീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന വിജയത്തിൻ്റെ വാതിലുകൾ പ്രസിദ്ധീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. അത് പ്രസിദ്ധീകരിച്ച ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ വേഗത്തിൽ തീർന്നു. പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് വേഗത്തിൽ തീർന്നു. കോപ്പികളില്ലാതെ വന്നു. അത് വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ച് ഇന്നൊരു 7-8 പതിപ്പുകൾ വരെ പ്രസിദ്ധീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. അന്ന് തുടങ്ങിയ എഴുത്ത് ഒരു വശത്തോടെ ഇങ്ങനെ തുടരുന്നു. 15 പുസ്തകങ്ങൾ എഴുതുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവ് ആ പുസ്തകങ്ങളെയൊക്കെ അനേകരുടെ ആത്മീയ വളർച്ചയ്ക്കായി 15 പുസ്തകങ്ങൾ, ഏകദേശം 1,00,000 കോപ്പികൾ അനേകരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാക്ഷ്യങ്ങൾ അർപ്പിക്കുവാനും കുഞ്ഞുങ്ങളുടെ വാക്യങ്ങളൊക്കെ കേൾക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം സഹായിച്ചല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം
19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 19 to 22 ആണ് യോഹന്നാന്റെ സുവിശേഷം 2:19 മുതൽ 22 വരെ. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞുവെന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. യേശു ശിഷ്യന്മാരോടും യഹൂദന്മാരോടും പറയുന്ന വാക്കാണ്, ഈ മന്ദിരം പൊളിക്കുവീൻ, ഞാൻ 3 നാളുകൊണ്ട് അതിനെ പണിയും. അപ്പോൾ യഹൂദന്മാർക്കും ശിഷ്യന്മാർക്കും ആദ്യം അതിൻ്റെ ശരിയായ അർത്ഥം പിടികിട്ടിയില്ല. അവരെല്ലാം ചിന്തിച്ചത് എന്താണ്? യെരുശലേമിലൊരു ദൈവാലയമുണ്ട്, അത് ഹെരോദാവ് പുതുക്കി പണിയുന്നതിന് വേണ്ടി 46 വർഷം എടുത്തു. 46 വർഷം കൊണ്ട് പണിയപ്പെട്ട ഈ മന്ദിരം ഈ യേശു എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാണ് 3 ദിവസം കൊണ്ട് പണിയുന്നത്? പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ നമുക്കും ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. കർത്താവ് ഒരു ഉദ്ദേശത്തിൽ ഒരു വാക്ക് പറയും, അല്ലെങ്കിൽ ഒരു കാര്യം പറയും, നമ്മളത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മറ്റൊരർത്ഥം അതിനെടുക്കും. അതുകൊണ്ട് തന്നെ ദൈവം എന്തുദ്ദേശത്തോടുകൂടെ വചനം തന്നിരിക്കുന്നുവോ അതേ ഉദ്ദേശത്തിൽ വചനം മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ. കർത്താവ് എന്തുദ്ദേശത്തോടെ വചനം പറഞ്ഞിരിക്കുന്നുവോ, തൻ്റെ വചനം തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ എഴുതിയിരിക്കുന്നുവോ, ആ പ്രഥമമായ ഉദ്ദേശം, ആ പ്രധാനമായ അർത്ഥം എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആദ്യം ഇവർ കേട്ടപ്പോൾ അവർ ചിന്തിച്ചു യെരുശലേം മന്ദിരത്തെക്കുറിച്ച്. പക്ഷേ യേശു ഉദ്ദേശിച്ചത് തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച്. ഒരു പക്ഷേ കർത്താവ് വാക്ക് പറഞ്ഞപ്പോൾ തൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് കാണും, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാളുകൊണ്ട് അതിനെ പണിയും. ഈ മന്ദിരം പൊളിപ്പീൻ, തൻ്റെ ശരീരമെന്ന മന്ദിരം. അത് ശിഷ്യന്മാർക്ക് പിന്നെ മനസ്സിലായി. എപ്പോഴാണ്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, യെരുശലേം ദൈവാലയത്തെക്കുറിച്ചല്ല പറഞ്ഞിരുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് അത് മനസ്സിലായി, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ മുഖാന്തരമായി. അല്പം വൈകിയാണെങ്കിലും ശിഷ്യന്മാർക്ക് ആ തിരിച്ചറിവുണ്ടായത് വലിയ ഗുണമായി. നാമും വൈകിയാണെങ്കിൽ പോലും വചനത്തിലെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, ആത്മീയമായി നാം പണിയപ്പെടും. ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, യേശു ക്രിസ്തു പണിയുന്ന ദൈവമാണ്. ഈ മന്ദിരം പൊളിക്കുവാൻ ഞാൻ അതിനെ പണിയും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, അവിടുന്ന് പണിയുന്ന ദൈവമാണ്. അവർ ആ ശരീരത്തെ, ആ മന്ദിരത്തെ അവർ പൊളിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവരെ എന്ത് ചെയ്തു? അടിച്ച് തകർത്തു. ആരാണ് യേശുവിൻ്റെ ശരീരത്തെ തകർത്തത്? നമുക്ക് പെട്ടെന്ന് പറയുവാൻ കഴിയുന്നത് റോമൻ പടയാളികളാണ്, ഇല്ലേ? അവർ ആ കർമ്മം ചെയ്തത്. അതുകൊണ്ട് റോമൻ പടയാളികൾ, റോമാക്കാരത് ചെയ്തെന്ന് പറയാം. പക്ഷേ ആരുടെ ആവശ്യപ്രകാരമായി ചെയ്തത്? യഹൂദന്മാരുടെ ആവശ്യപ്രകാരമായി ചെയ്തത്, അവനെ ക്രൂശിക്ക്. അതുകൊണ്ട് വേണമെങ്കിൽ പറയാം, റോമാക്കാർ മാത്രമല്ല, യഹൂദന്മാർ കൂടെ ചേർന്നാണ് യേശുവിനെ എന്ത് ചെയ്തത്? തകർത്തത്, യേശുവിൻ്റെ തിരുശരീരം തകർത്തത്. ഇനിയും യേശു അങ്ങനെ തകർക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഞാനും നിങ്ങളുമാണ്, എൻ്റെയും നിങ്ങളുടെയും പാപമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ സത്യത്തെ ഒന്നുകൂടെ വിപുലീകരിക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും, യഹൂദന്മാരും റോമക്കാരും എല്ലാം കൂടെ ചേർന്നാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ തകർത്തത്. നമ്മളന്ന് അക്ഷരീയമായി അവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാനും നിങ്ങളും, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതോടൊപ്പം തന്നെ അന്നത്തെ യഹൂദ ജനതയും റോമക്കാരും എല്ലാവരും കൂടെ ചേർത്ത് ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ തകർത്തു. ഈ മന്ദിരം പൊളിപ്പീൻ, അവർ ശരിക്കും തകർത്തു, ഇല്ലേ? ചരിത്രത്തിൽ നെബൂള എന്ന് പേരുള്ള മുള്ളുണ്ട്, ഇന്നും മിഡിൽ ഈസ്റ്റിലൊക്കെ ലഭ്യമാണ്. മൂർത്ത മുള്ളുകളാണ്. സാധാരണ മുള്ളിൻ്റെ അറ്റമൊക്കെ കൂർത്തതാണെങ്കിൽ നമ്മളൊന്ന് പിടിച്ചാൽ ഒടിഞ്ഞു പോകും. പക്ഷെ നെബൂള മുള്ളിൻ്റെ പ്രത്യേകത, അറ്റം ഒടിയത്തില്ല, പിടിച്ചാലും കട്ടിയുള്ളത്, കൂർത്തതുമാണ്, കട്ടിയുള്ളതുമാണ്. അങ്ങനെയുള്ള നെബൂള വിഭാഗത്തിൽപ്പെട്ട മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി യേശുവിൻ്റെ തലയിൽ വെച്ച് ലാത്തി കൊണ്ട് അടിച്ചപ്പോൾ തലയിൽ അനേകം മുറിവുകൾ. യേശുവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ ഇടികൊണ്ടുണ്ടായ ചതവുകളും മുറിവുകളും. ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് പടയാളികൾ യേശുവിൻ്റെ കന്നത്തടിച്ചപ്പോൾ ആ അടികൊണ്ടുണ്ടായ ചതവുകളും മുറിവുകളും. റോമൻ ചാട്ടവാറിൻ്റെ അറ്റത്തുള്ള ആണികളും ഈയക്കട്ടകളും ഒക്കെ വന്ന് ശരീരത്തിൽ പതിച്ചപ്പോൾ
ആ ആണികൾ കൊണ്ട് ഈ കട്ടകൾ വന്ന് പതിച്ച് ശരീരത്തിലെ മാംസം തുണ്ടുതുണ്ടുകളായി തെറിച്ചുപോയി. കരങ്ങളിൽ ആണികൾ അടിച്ചു, കാലുകളിൽ ആണികൾ അടിച്ചു, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഇങ്ങനെ ശിരസ് മുതൽ പാദം വരെ ശരീരം തകർത്തു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ യേശു വിരൂപനായി. മാംസം മുഴുവൻ നുറുക്കപ്പെട്ടു, രക്തം മുഴുവൻ ഒഴുകി. അസ്ഥികളെല്ലാം എണ്ണാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാംസം മുഴുവൻ പോയെന്നല്ലേ? അങ്ങനെ തകർക്കപ്പെട്ട യേശു ക്രൂശിൽ കിടക്കിയ 6 മണിക്കൂർ തകർക്കപ്പെട്ട ക്രൂശിൽ കിടക്കുന്ന യേശു ഒടുവിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ പക്കൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവനും നമുക്കായി നൽകി. ഇങ്ങനെ തകർക്കപ്പെട്ട ശരീരം, ജീവൻ നഷ്ടപ്പെട്ട ശരീരം, ഈ ഒരു ശരീരത്തെ പണിതെടുക്കുവാൻ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് കഴിയത്തില്ല, ഡോക്ടർമാർക്ക് കഴിയത്തില്ല, ആധുനിക സംവിധാനങ്ങൾക്ക് കഴിയത്തില്ല. ഈ തകർക്കപ്പെട്ട ശരീരം, പൊളിക്കപ്പെട്ട ശരീരം, തകർത്ത് നുറുക്കിയ ശരീരം യേശു പണിതുവോ? 3 ദിവസം കൊണ്ട് കർത്താവ് നന്നായി പണിതു. ആ അത്രയ്ക്ക് തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട ശരീരത്തെ കർത്താവ് 3 ദിവസം കൊണ്ട് പണിതെടുത്തു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഒരടയാളത്തിന് വേണ്ടി ആണിപ്പാടുകളും വിലാപ്പുറത്ത് പാടുകളും വെച്ചിരുന്നു. അത് അടയാളത്തിന് വേണ്ടിയാ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശുവിൻ്റെ ശരീരം നോക്കിയിട്ട് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ ഇത് ഇത്രയധികം തകർക്കപ്പെട്ടതാണെന്ന്? അത്രയ്ക്ക് തകർത്ത് നുറുക്കപ്പെട്ട തിരുശരീരത്തെ യേശുവിന് പണിയുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മക്കളെ, എത്ര തകർക്കപ്പെട്ട ജീവിതത്തെയും പണിതെടുക്കുവാൻ, എത്ര നുറുങ്ങിയ അവസ്ഥകളിൽ നിന്നും വീണ്ടും തേജസ്സോടെ പണിതുയർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഈ പകലിൽ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കുടുംബം എത്ര തകർക്കപ്പെട്ടു എന്ന് തോന്നിയാലും, ജീവിതം എത്ര തകർക്കപ്പെട്ടു എന്ന് തോന്നിയാലും, സാധ്യതകൾ എത്ര അസ്തമിച്ചു എന്ന് തോന്നിയാലും, ചേർത്ത് പണിയുന്ന, വീണ്ടും നന്നായി പണിയുന്ന യേശുവിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ ശക്തി ഈ ആലയത്തിലും വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലും അത് ബലത്തോടെ വെളിപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ തകർന്നു പോയതിനെ, ചിതറിപ്പോയതിനെ, നുറുങ്ങിപ്പോയതിനെ, ഇനി സാധ്യതയില്ലാത്തതിനെ ചേർത്ത് പണിയുവാൻ കർത്താവിന് കഴിയും. അങ്ങനെ കർത്താവ് തൻ്റെ തിരുശരീരത്തെ പണിത് ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു പണിയുന്ന കർത്താവാണ്. തകർക്കപ്പെട്ട തൻ്റെ തിരുശരീരത്തെ കർത്താവ് പണിതു. ആ കർത്താവ് ചില കാര്യങ്ങൾ പണിതു തരുമെന്ന് ബൈബിളിൽ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. 1 Chronicles chapter 17 verse 10. 1 ദിനവൃത്താന്തം 17-ന്റെ 10-ാമത്തെ വാക്യം. ഇനി ദുഷ്ടന്മാർ അവയെ ക്ഷയിപ്പിക്കയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് ഞാൻ നിന്നോട് അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 17-ന്റെ 10 നമ്മൾ വായിച്ചത്. ദാവീദിനോട് നാഥാൻ പ്രവാചകനിൽ കൂടെ ദൈവം ദൂത് പറയുക, യഹോവ നിനക്കൊരു ഗൃഹം പണിയും. ഗൃഹം എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നമ്മൾ മൂലഭാഷയിലൊക്കെ പഠിക്കുമ്പോൾ വംശമെന്നാണ്, തലമുറകളെന്നാണ്. ദൈവം ദാവീദിനോട് പറയുക, ഞാൻ നിൻ്റെ തലമുറകളെ എന്തു ചെയ്യും? പണിയും. ഞാൻ നിൻ്റെ തലമുറകളെ പണിതെടുക്കും. ദാവീദ് ആഗ്രഹിച്ചത് എന്താണെന്നറിയാവോ? ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണം. കാരണം ഏലിയുടെ കാലത്ത് പെട്ടകം എടുത്ത് പുറത്ത് കൊണ്ടുപോയി യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഫെലിസ്ത്യരത് പിടിച്ചു കൊണ്ടുപോയി ഫെലിസ്ത്യർക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവച്ചു. അവരുടെ ക്ഷേത്രങ്ങളിൽ വെച്ചപ്പോൾ തന്നെ ക്ഷേത്രത്തിലെ ബിംബങ്ങൾക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അതൊക്കെ വീണു എന്ന് നമ്മൾ വായിക്കുന്നത്. ദാഗോനൊക്കെ ഉടഞ്ഞു വീണു. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ വ്യാപരിക്കുന്നുവോ അവിടെയൊക്കെ തിന്മയുടെ ശക്തികളൊക്കെ തകരുവാനിടയായിത്തീരും. ദുഷ്ടശക്തികൾക്കൊന്നും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അതൊക്കെ വീഴുവാനിടയായിത്തീരും. ആവർത്തിച്ച് അവർ വെച്ച് നോക്കി. പക്ഷെ പിന്നെയും പിന്നെയും ഈ ദാഗോൻ ഉടഞ്ഞു വീണു, കൈ മാറി, തല മാറിപ്പോയി എന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടെ നാം നിൽക്കുമ്പോൾ നമ്മൾ കാണാത്ത അദൃശ്യമണ്ഡലത്തിലെ ദുഷ്ടശക്തികൾക്ക് പതനങ്ങൾ സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും. ഉടഞ്ഞു പോകേണ്ടത് ഉടഞ്ഞു പോകും, തകർന്നു പോകേണ്ടത് തകർന്നു പോകുവാനിടയായിത്തീരും. അവർക്ക് മനസ്സിലായി ഇവിടെ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരൊരു കാളവണ്ടിയിൽ കയറ്റി പെട്ടകം തിരിച്ച് ഇസ്രായേലിലേക്ക് അയച്ചു. അങ്ങനെ അവർ നേരിട്ട ബാധകളിൽ നിന്ന് ഒഴിയേണ്ടതിനായി അവർ ഈ പെട്ടകത്തെ തിരിച്ചയച്ചു. പെട്ടകം കുന്നിന്മേലുള്ള അബീനാദാബ് എന്ന ആളിൻ്റെ വീട്ടിൽ 20 വർഷം ഇരുന്നു. ദാവീദ് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ദാവീദിന് തോന്നി പെട്ടകം അവിടെയല്ല ഇരിക്കേണ്ടത്, അത് ആരാധന ഒന്ന് പുനഃസ്ഥാപിക്കണം.
ദാവീദ് പെട്ടെന്ന് വിരുദ്ധന്മാരെയൊക്കെ കൂട്ടി ഇതെടുക്കേണ്ടതിനായി പോയി. പക്ഷേ ആദ്യത്തെ യാത്രയിൽ അല്പം അപാകതയൊക്കെ പറ്റി. പുരോഹിതന്മാരെ തോളിലാണ് എന്ത് ചുമക്കേണ്ടത്? അന്നത്തെ പെട്ടകം ചുമക്കേണ്ടത്. അതിന് പ്രാധാന്യം ദാവീദ് കൊടുത്തില്ല. വിരുദ്ധന്മാരെ കൂട്ടി പോയി. മാത്രമല്ല ജാതികൾ ചെയ്തതുപോലെ പെട്ടകം എടുത്ത് കാളവണ്ടിയിൽ വെച്ചു. ഫെലിസ്ത്യരത് ചെയ്തപ്പോൾ ദൈവം ഒന്നും പറഞ്ഞില്ല, കാരണം അവർക്ക് ഈ നിയമമൊന്നും കിട്ടിയിട്ടില്ല. ഇസ്രായേൽ മക്കളുടെ രാജാവായിരിക്കുന്ന ദാവീദ് നിയമം അന്വേഷിക്കാതെ, ന്യായപ്രമാണം അന്വേഷിക്കാതെ അങ്ങനെ ചെയ്തപ്പോൾ അതിലൊരു വലിയ അപാകത സംഭവിച്ചു. വിശുദ്ധന്മാരെ കൂട്ടി, പുരോഹിതന്മാരെ കൂട്ടി ഒരുക്കത്തോട് പോയി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ വിരുദ്ധന്മാരെ കൂട്ടി കാളവണ്ടിയിൽ ഇത് കയറ്റി. ആ യാത്രയിൽ നാം തിരുവഴുത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, ഉസ്സയും അഹിയോവും വണ്ടി തെളിയിക്കുക, കാള വിരണ്ടു, പെട്ടകം വീഴാതിരിക്കാൻ ഉസ്സ പെട്ടകത്തിൽ പിടിച്ചു. അവിടെ വെച്ച് ഉസ്സ സംഹരിക്കപ്പെട്ടു. പെട്ടകത്തിൽ കൂടെ അന്ന് ആപരിച്ച ദൈവത്തിൻ്റെ ശക്തി വളരെ വലുതായിരുന്നു. ഉസ്സ പിടിക്കേണ്ടത് പെട്ടകത്തിലായിരുന്നില്ല. പെട്ടകത്തെ പിടിക്കാൻ ആർക്കും അനുവാദമില്ല. തണ്ടിലായിരുന്നു പിടിക്കേണ്ടത്. തണ്ടിലാണ് ചുമക്കേണ്ടതും തണ്ടിലാണ് പിടിക്കേണ്ടതും. പക്ഷെ തണ്ടിൽ പിടിക്കുവാൻ ഉസ്സ ശ്രദ്ധിച്ചില്ല, ഗൗരവമില്ലാതെ പോയി. ആത്മീയ ലോകത്തിൽ ചിലപ്പോഴും നമുക്കും പറ്റുന്നൊരു അപാകതയാണ്. നീണ്ട വർഷങ്ങൾ ദൈവത്തെ ആരാധിച്ചു, ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്തു പരിചയമുള്ളതുകൊണ്ട് ഗൗരവം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഗൗരവം കുറഞ്ഞു പോകുമ്പോൾ നാം അവിവേകം പ്രവർത്തിക്കും. അങ്ങനെ ഗൗരവമില്ലാത്തവരായി തീരരുത്. ദൈവത്തിൻ്റെ സന്നിധി എപ്പോഴും ഗൗരവമായി കാണണം. പ്രാർത്ഥന, ആരാധന, പേഴ്സണലായിട്ടുള്ള വചനധ്യാനം, പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥന, ഇതൊക്കെ ഗൗരവത്തോടെ ചെയ്യണം. ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുവാനല്ല, ദൈവത്തോടുള്ള ഭക്തിയും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വേണം ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഉസ്സ അതിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഉസ്സ സംഹരിക്കപ്പെട്ടു. ദാവീദ് ഭയപ്പെട്ടു പോയി. പെട്ടകം പെട്ടെന്ന് ഓബേദേദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. 3 മാസം അവിടെ ഇരുന്നപ്പോൾ ഓബേദേദോമും തൻ്റെ കുടുംബവും തനിക്കുള്ള സകലവും അനുഗ്രഹിക്കപ്പെട്ടു. ദാവീദ് ഈ വർത്തമാനം അറിഞ്ഞു. 2ാം പ്രാവശ്യം ദാവീദ് വീണ്ടും ആഗ്രഹിച്ചു ഇത് കൊണ്ടുവരണം. ആ പ്രാവശ്യം ദാവീദ് പുരോഹിതന്മാരെ വിളിച്ച് ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം നമ്മൾ നിയമപ്രകാരമല്ല അന്വേഷിച്ചത്, ഈ പ്രാവശ്യം നമുക്ക് നിയമപ്രകാരം പോകണം. അങ്ങനെ പുരോഹിതന്മാർ ചെന്ന് പെട്ടകം തോളിൽ ചുമന്ന് തിരിച്ച് ഇത് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് ദിവസം പെട്ടകം അവിടെ ഇരുന്നു. 3 സംഗീത പ്രമാണിമാരെ നിയമിച്ചു. ആസാഫ്, ഹേമാൻ, യദൂഥാൻ. ഇവരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ആളുകൾ പാടാനുണ്ട്. യെരുശലേമിൽ സ്തുതിയും സ്തോത്രവും ഉയരാൻ തുടങ്ങി. പെട്ടകം തിരിച്ചെത്തി, സ്തുതിയും സ്തോത്രവും ഉയരാൻ തുടങ്ങി. നല്ല ആരാധനയുടെ അന്തരീക്ഷം. ദൈവത്തിൻ്റെ മഹത്വം ഒടേക്ക് വീണ്ടും വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ പണ്ട് ശീലോവിലായിരുന്ന ആ പെട്ടകം ഇപ്പോൾ യെരുശലേമിൽ എത്തിയത് നിമിത്തം യെരുശലേം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദിന് വീണ്ടും ഒരു ആഗ്രഹം, ഞാനിവിടെ നല്ല കൊട്ടാരത്തിൽ പാർക്കുന്ന പെട്ടകം ഒരു ചെറിയ കൂടാരത്തിലാണല്ലോ, ഒരാലയം പണിയണം. ദാവീദ് ആഗ്രഹം നാഥാൻ പ്രവാചകനോട് അറിയിച്ചു. നാഥാൻ പ്രവാചകൻ കേട്ടപ്പോൾ പറഞ്ഞു, അതെന്താ, നല്ല കാര്യമല്ലേ, പണിതോളാൻ പറഞ്ഞു. പക്ഷേ അന്ന് നാഥാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്നപ്പോൾ ദൈവം നാഥാനോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ദാവീദ് എനിക്ക് ആലയം പണിയത്തില്ല. അവൻ്റെ കൈ രക്തം പുരണ്ടിട്ടുണ്ട്, ഞാൻ അവൻ്റെ മകനെ കൊണ്ട് പണിയിക്കും. പിന്നെ ദൈവം ഒരു ദൂതോടെ പറഞ്ഞു, ഞാൻ അവൻ്റെ സകല ശത്രുക്കളെ അടക്കും, ഞാൻ അവനൊരു ഗൃഹം പണിയും, ഞാൻ അവൻ്റെ വംശം പണിയും. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ, സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നമ്മുടെ തലമുറകളെ പണിതെടുക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ദൈവം പണിയുന്ന ദൈവമാണ്. കർത്താവാണ് മക്കളെ തന്നതെങ്കിൽ ഹല്ലേലൂയ, നാം ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പോലെ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടിവിപ്പാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. അവരെ ആത്മീയമായി പണിതെടുക്കാൻ ദൈവശക്തനാണ്. നമ്മളെ മാത്രമല്ല, ദൈവസഭയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ നമ്മുടെ തലമുറകളെ ദൈവം ആത്മീയമായി പണിതെടുക്കും. ഇവിടെയുള്ള എല്ലാ തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം എല്ലാ മക്കൾക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുമോ? ഞങ്ങൾ ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി ഈ പകൽക്കാലം എല്ലാ തലമുറകൾക്കായി, മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, ഞങ്ങളുടെ കർത്താവേ, വംശത്തിൽപ്പെട്ട എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭൂമിയെങ്ങുമുള്ള ദൈവമക്കളുടെ തലമുറകൾ, ദൈവദാസന്മാരുടെ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയുള്ളവരാകട്ടെ, വചനത്തിൽ നിലനിൽക്കുന്നവരാകട്ടെ, ആത്മീയത്തിൽ അവർ ശക്തരായി തീരട്ടെ. പിന്മാറി നിൽക്കുന്നവരൊക്കെ മടങ്ങി വരട്ടെ. അവരുടെ പഠന മണ്ഡലങ്ങളെ, അവരുടെ ജോലി സ്ഥലങ്ങളെ ഒക്കെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ചെല്ലാ തലമുറകൾക്കായി ഈ പകലിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ തലമുറകളെ ദൈവം പണിതെടുക്കും. തൻ്റെ തിരുശരീരത്തെ, തകർന്ന തിരുശരീരത്തെ കർത്താവ് പണിതു, നമ്മുടെ തലമുറകളെയും കർത്താവ് പണിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം നോക്കുക. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 18. മത്തായി 16-ന്റെ
18-ാമത്തെ വചനം യേശുവിൻ്റെ വാക്കുകളാണ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവ് പണിയുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്, സഭയെ കർത്താവ് പണിയും. കർത്താവ് പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അപ്പോൾ ദൈവം പണിയുന്ന ദൈവമാണ്. അവിടെ നമ്മുടെ വംശത്തെ പണിയും. അതോടൊപ്പം തന്നെ കർത്താവ് ഈ കാലഘട്ടത്തിൽ പണിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷന്, ആത്മീയമായ സ്ഥാപനം സഭയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ കർത്താവ് സഭ പണിയുന്ന ദൈവമാണ്. അന്ന് കർത്താവ് അത് പ്രഖ്യാപിച്ചു. പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് സഭയുടെ പണി ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ പത്രോസ് ഓടിക്കൂടി വന്ന ജനത്തോട് പ്രസംഗിച്ചു. അന്ന് തന്നെ 3000 പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, അവരോട് ചേർന്നു, സഭയോട് ചേർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അന്ന് തുടങ്ങിയതാ, ഇന്നും സഭ പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പണിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയെ പണിയുന്നു. തൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച സഭയെ കർത്താവ് ഇന്നും പണിയുന്നു. കാലാകാലങ്ങളിൽ പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അത് യേശു അന്നേ സൂചിപ്പിച്ചു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭയ്ക്കെതിരെ ചില പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, പാതാള ഗോപുരങ്ങളുണ്ട്. ഈ സഭയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സഭയുടെ വളർച്ചയ്ക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, വർധനവിനെതിരെ, വിശുദ്ധിയിലും ആത്മീയത്തിലുമുള്ള മുന്നേറ്റത്തിനെതിരെ പാതാള ഗോപുരങ്ങൾ പല വിധത്തിൽ തലപൊക്കും. ഹല്ലേലൂയ. അതെല്ലാ പ്രാദേശിക സഭകൾക്കെതിരെയുണ്ട്, ആഗോള ദൈവസഭയ്ക്കെതിരെയുമുണ്ട് പാതാള ഗോപുരങ്ങൾ. നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കുകയില്ല. അതിൻ്റെ അർത്ഥം കർത്താവും സഭയും ജയിക്കുവാനിടയായിത്തീരും. ഈ പകലിലും അങ്ങനെ ഇവിടെയും സംഭവിക്കട്ടെ. കർത്താവ് ജയിക്കട്ടെ, കർത്താവിൻ്റെ സഭ ജയിക്കട്ടെ. ഈ പ്രാദേശിക സഭ കർത്താവിൻ്റെ നാമത്തിൽ ജയിക്കുന്ന സഭയായി തീരട്ടെ, പാപത്തെ ജയിക്കുന്ന സഭയായി തീരട്ടെ, ലോക ഇമ്പങ്ങളെ ജയിക്കുന്ന സഭയായി തീരട്ടെ, മരവിപ്പുകളെ ജയിക്കുന്ന സഭയായി തീരട്ടെ, ദുരുപദേശങ്ങളെ ജയിക്കുന്ന സഭയായി തീരട്ടെ, തെറ്റായ പാരമ്പര്യങ്ങളെ ജയിക്കുന്ന സഭയായി തീരട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ജയിക്കുന്ന സഭകളെയാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കാലാകാലങ്ങളിൽ പ്രതിസന്ധികൾ പലതും ഉയർത്തിവിട്ടു സഭയെ തകർക്കുവാൻ. ആദ്യം തൊടുത്തുവിട്ട പ്രതിസന്ധി പീഡനങ്ങളായിരുന്നു, പെർസിക്യൂഷൻ. 1-ാം നൂറ്റാണ്ടിൽ ഒത്തിരി പീഡനങ്ങൾ അഴിച്ചുവിട്ടു. യഹൂദന്മാർ പീഡിപ്പിച്ചു, ഹേരോദാവ് പീഡിപ്പിച്ചു, റോമാക്കാർ പീഡിപ്പിച്ചു, പീഡനങ്ങളുടെ നീണ്ട നിര. പക്ഷേ കർത്താവിന് വേണ്ടി മരിക്കുവാൻ, അന്ത്യം വരെ വിശ്വസ്തയോട് നിൽക്കുവാൻ, ജീവൻ നൽകി സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി തീർന്നു എന്ന് പറയുമ്പോൾ എത്രയധികം വിലയാണ് അവർ കൊടുത്തത്. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, തങ്ങൾ കണ്ടതും തങ്ങൾ കേട്ടതും തങ്ങളുടെ കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനമായ ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകി നിൽക്കുവാൻ അവർ തയ്യാറായി മുൻപോട്ട് വന്നു. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയെ തോൽപ്പിക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിഞ്ഞില്ല. പ്രതികൂലങ്ങളെ, പീഡനങ്ങളെ അതിജീവിച്ച് സഭ ജയിച്ചു മുന്നേറി. ഈ കാലഘട്ടത്തിനും പലയിടത്തും പീഡനങ്ങളുണ്ട്. പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ആയുധങ്ങൾ കൊണ്ട് എതിർക്കുന്നവരുണ്ട്, ആശയങ്ങൾ കൊണ്ട് എതിർക്കുന്നവരുണ്ട്, നിയമങ്ങൾ കൊണ്ട് എതിർക്കുന്നവരുണ്ട്. ആ ആയുധം കൊണ്ട് എതിർത്താലും ആശയം കൊണ്ട് എതിർത്താലും നിയമങ്ങൾ കൊണ്ടുവന്ന സഭയെ തകർക്കുവാനും വളർച്ചയെ മുരടിപ്പിക്കുവാനും ശ്രമിച്ചാലും ഇതിൻ്റെ പണിക്കാരൻ മനുഷ്യനല്ല, ഇതിൻ്റെ പണിക്കാരൻ ഒരു ഭൗമിക സംഘടനയല്ല. ഇതിൻ്റെ പണിക്കാരൻ ജീവനെ നൽകി സഭയെ സ്ഥാപിച്ച യേശുവാണ് ഇതിൻ്റെ പണിക്കാരൻ. അതുകൊണ്ട് സഭ പരാജയപ്പെടത്തില്ല, സഭ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പീഡനങ്ങൾക്ക് സഭയെ തകർക്കുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സാത്താൻ കൊണ്ടുവന്ന മറ്റൊരടവ്, ഒത്തിരി ദുരുപദേശങ്ങൾ കൊണ്ടുവന്നു. ഫോൾസ് ഡോക്ട്രിൻ, തെറ്റായ ഉപദേശങ്ങളെ. ക്രിസ്തു എന്ന ഏക മധ്യസ്ഥന് പകരം ഒത്തിരി മധ്യസ്ഥന്മാരെ വിഗ്രഹങ്ങളില്ലാതിരുന്ന ക്രൈസ്തവ സഭയിലേക്ക് വിഗ്രഹങ്ങളെ കൊണ്ടുവന്നു. സ്നാനത്തിൻ്റെ കാര്യത്തിൽ ശിശുസ്നാനം കൊണ്ടുവന്നു. മറിയെ അതുവരെ ബഹുമാനിച്ചിരുന്നു, എന്നാൽ മറിയെ ആരാധിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ, മരിച്ചവരോടുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ ക്രൈസ്തവികമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്ന് സഭയെ ക്രിസ്തുവിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഫോൾസ് ഡോക്ടറിനായിരുന്നു, തെറ്റായ ഉപദേശങ്ങൾ. എന്നാൽ കർത്താവ് കാലാകാലങ്ങളിൽ നവീകരണം അയച്ച് സത്യ ഉപദേശത്തിലേക്ക് ജനത്തെ മടക്കി വരുത്തി.
അങ്ങനെ കൃപയാല് നമുക്കും ഈ സത്യപാതയിൽ എത്തുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് എത്ര ദൈവത്തെ സ്തുതിക്കണം. കാലാകാലങ്ങൾ നമ്മുടെ കണ്ണുകളെ തുറന്നതോർത്ത് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുമോ? കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ഉപദേശത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്തുന്നു. അതിനുവേണ്ടി വില കൊടുത്ത എല്ലാ പൂർവ്വപിതാക്കന്മാർക്കായി, അപ്പോസ്തലന്മാർക്കായി, കർത്തദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. അനേകരെ ദൈവം വിളിച്ചിറക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സത്യങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. തിയോളജിക്കൽ സെമിനാരിയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിൽ വിശ്രമിക്കുന്ന ഹല്ലേലൂയ ഗോശിച്ചാനി ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തിയാണ്. അങ്ങനെ എത്രയോ പേർ വില കൊടുത്താണ് കർത്താവിൻ്റെ പാത കേരളത്തിലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തർ വില നൽകിയല്ലേ ഹല്ലേലൂയ സത്യത്തിലേക്ക് വന്നത്. അപ്പോൾ ദുരുപദേശങ്ങളെ വിട്ട് പുറത്തേക്ക് വരുവാൻ ദൈവം അനേകർക്ക് പ്രേരണ കൊടുത്തു. ദുരുപദേശങ്ങളെ സഭ അതിജീവിക്കാൻ തുടങ്ങി. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അൺഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള സെർവൻസ് ഓഫ് ഗോഡാണ്. അവിശ്വസ്തരായിരിക്കുന്ന ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കാൻ സാത്താൻ തുടങ്ങി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വിശ്വസ്തയോട് വേല ചെയ്യേണ്ട ദൈവദാസന്മാർ ദൈവമക്കളുടെ ശ്രദ്ധ പലതിലേക്ക് മാറിപ്പോയി. പണത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. അവർ സത്യവചനം പ്രസംഗിക്കേണ്ടതിന് പകരം മായം കലർത്തി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ സഭയെ ആത്മീയമായി ശോഷിപ്പിക്കാൻ, മരവിപ്പിക്കാൻ പിശാച് ആഗ്രഹിച്ചു. നല്ല വചനം, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാനാണ് കർത്തദാസന്മാരെ വിളിച്ചിരിക്കുന്നത്. വിശ്വസ്തയോട് അവർ ചെയ്താൽ സഭയുടെ അവസ്ഥയ്ക്ക് ഒത്തിരി വ്യത്യാസം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല വചനങ്ങളെ കൊടുത്താൽ ജനം ക്രമേണ അതിലേക്ക് കയറി വരും. അവരുടെ ആത്മീയ അറിവ് വർദ്ധിക്കും, അവർക്ക് വളർച്ചയുണ്ടാകും, ലോകത്തോടുള്ള സ്നേഹം കുറയും, നിത്യതയ്ക്ക് വേണ്ടിയുള്ള വാഞ്ച വർദ്ധിക്കും. നല്ല വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കള്ള അപ്പോസ്തലന്മാരെ കൊണ്ടുവന്ന്, കള്ള ഇടയന്മാരെ കൊണ്ടുവന്ന്, കള്ള സുവിശേഷകന്മാരെ കൊണ്ടുവന്ന്, കള്ള ഉപദേഷ്ടകന്മാരെ കൊണ്ടുവന്ന് സഭയോട് അന്ന് തൊട്ട് പിശാച് പോരാടിയിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വാക്ക് തന്നെ നമ്മൾ വിശ്വസിക്കണം, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഹല്ലേലൂയ. വിശ്വസ്തരായിരിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ നല്ല വേലക്കാരുണ്ടാകണം. ഹല്ലേലൂയ. ബൈബിളിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, അപേക്ഷിപ്പിൻ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരാളത് വായിച്ചപ്പോൾ അല്പം ഒന്ന് മാറിപ്പോയി, അറിയാതെ മാറിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, അദ്ദേഹം സത്യവും വേലക്കാരും ഒന്നിച്ചങ്ങ് വായിച്ചു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യവേലക്കാരോ ചുരുക്കമെന്ന് വായിച്ചു. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, പിന്നെ ഒരു സെമിക്കോളനാണ്, പിന്നെ വേലക്കാർ ചുരുക്കമെന്ന. പക്ഷേ അദ്ദേഹം വായിച്ചു വന്നപ്പോൾ കൊയ്ത്ത് വളരെയുണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. വായിച്ചതിൽ പറ്റിയ അപാകതയാണെങ്കിൽ പോലും നമുക്ക് ചുറ്റും നോക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് തോന്നാറില്ലേ? സത്യവേലക്കാർ ദ്രവ്യാഗ്രഹമില്ലാതെ, അധികാരമോഹമില്ലാതെ, മറ്റ് തിന്മകളില്ലാതെ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കുന്ന സത്യവേലക്കാർ, നല്ല വേലക്കാർ ചുരുക്കമായിക്കൊണ്ടിരിക്കുകയാണ്. അതും ആ വിധത്തിലും സഭയുടെ വളർച്ചയ്ക്കെതിരെ പോരാടുന്ന ദുഷ്ടപ്പോരുകളുണ്ട്, പാപശക്തികളുണ്ട്, ലോകശക്തികളുണ്ട്. അതുകൊണ്ട് നല്ല വേലക്കാർ ആവശ്യമാണ് എല്ലാ കാലത്തും. നല്ല സുവിശേഷകന്മാർ, നല്ല കൊയ്ത്തുകാർ, നല്ല ഇടയന്മാർ, നല്ല രീതിയിൽ വചനം പഠിപ്പിക്കുന്നവർ, അവരിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും, സഭ വളരുവാനിടയായിത്തീരും. അപ്പോൾ പീഡനം എന്ന പ്രതിസന്ധി, ദുരുപദേശങ്ങളെന്ന പ്രതിസന്ധി, ഇതൊക്കെ സഭ അതിജീവിച്ചിട്ടുണ്ട്. കള്ളവേലക്കാരെ, അവിശ്വസ്തരായിരിക്കുന്ന വേലക്കാരെ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ നല്ല വേലക്കാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ കൂടിയാണ് ദൈവത്തിൻ്റെ സഭ ഇന്ന് വരെ നിലനിന്നതും വളർന്നതും. അതുകൊണ്ട് നല്ല വേലക്കാരെ, വിശ്വസ്ത വേലക്കാരെ എഴുന്നേൽപ്പിക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലോക ഇമ്പങ്ങളാണ്. ദുരുപദേശങ്ങളൊക്കെ വിട്ട് സഭ നവീകരണത്തിലേക്ക് വന്നെങ്കിലും അങ്ങനെ വേർതിരിക്കപ്പെട്ട സഭയിലേക്ക് പോലും ലോക ഇമ്പങ്ങളെ പിശാച് കടത്തിവിട്ടിട്ടുണ്ട്. ലോക ഇമ്പങ്ങൾ, ആ ലോക ഇമ്പങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾ മനസ്സിലാക്കണം. പൗലോസിൻ്റെയും യോഹന്നാൻ്റെയൊക്കെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. ലോകസ്നേഹികൾ ഇവിടുത്തെ കാര്യം മാത്രം ചിന്തിച്ച് അതിനനുസരിച്ച് പറയുകയും പ്രസംഗിക്കുകയും മാത്രം ചെയ്യുന്നു. നാം നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം, നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രസംഗിക്കണം. നിത്യതയെ മറന്ന് ചെയ്യരുത് കാര്യങ്ങൾ. ലോകത്തിൻ്റെ താൽക്കാലിക കാര്യങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കരുത്. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നൊന്നുമല്ല, അതൊക്കെ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കാം, ദൈവത്തോട് പറയണം. പക്ഷേ എപ്പോഴും നമ്മുടെ ഫോക്കസ് എറ്റേണിറ്റി ആയിരിക്കണം. നിത്യതയെ ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ ഈ ഭൂമിയിലെ താൽക്കാലിക കാര്യങ്ങളൊക്കെ നടത്താൻ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
അതൊക്കെ ദൈവം വേഗത്തിൽ നടത്തി തരും. ഹല്ലേലൂയ. അപ്പോൾ ലോകമോഹങ്ങളെ അതിജീവിക്കുന്ന സഭയാണ് കർത്താവിന് ആവശ്യം. ലോകമോഹങ്ങളെ അതിജീവിക്കണം. അപ്പോൾ ഇങ്ങനെ പല പ്രതിസന്ധികൾ സഭയ്ക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ തിരുവെഴുത്തെ നാം മനസ്സിലാക്കുമ്പോൾ, ക്രൈസ്തവ ചരിത്രം മനസ്സിലാക്കുമ്പോൾ സഭ ഇതിനെല്ലാം അതിജീവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സഭയെ കർത്താവ് ഇന്ന് പണിതുകൊണ്ടിരിക്കുക. കൃപാവരങ്ങൾ ദൈവം അതിനുവേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. സുവിശേഷം അറിയിക്കണം, കൃപാവരങ്ങൾ ഉപയോഗിക്കണം, വചനം പ്രസംഗിക്കണം, സഭ വളരണം. ക്രിസ്തു എന്ന ആ ശ്രേഷ്ഠ പണിക്കാരനോട് ചേർത്ത് നമ്മളെയും വേലക്കാരാക്കി തീർത്തിരിക്കുക. കൂട്ടുവേലക്കാരാക്കി നമ്മൾ ചേർന്ന് നിന്ന് പണിയുന്നെങ്കിൽ സഭ വളരും. കഴിഞ്ഞ 20 വർഷങ്ങളായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുള്ളത് കൊണ്ട് എനിക്കറിയാം, ഇന്ന് നാം പ്രാർത്ഥനയോട് ഒരുക്കത്തോട് പോയാൽ ഇന്നും ആത്മാക്കളെ ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. നൂറുകണക്കിന് ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്നാനപ്പെടാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ, അനേക ചർച്ചുകൾ പണിയുവാൻ ദൈവം അവസരം ഒരുക്കി. ഈ പ്രാവശ്യം പോയപ്പോഴും 4 പേര് സ്നാനമെടുക്കുവാൻ ദൈവം സഹായിച്ചു. പുതിയ ഒരു ആലയം കൂടെ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ദൈവം അവസരമൊരുക്കി. പുതിയൊരു ആലയത്തിനൂടെ പണി തുടങ്ങാൻ ദൈവം കൃപ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തിയോടെ നിന്നാൽ കർത്താവ് അനേകരെ ഇന്നും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സഭയ്ക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, നിയമങ്ങളൊക്കെ എതിരാണെങ്കിലും, അധികാരികൾ എതിരാണെങ്കിലും കർത്താവ് തൻ്റെ സഭയെ വളർത്തുകയും. ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്, സഭയെ പണിയുന്ന ദൈവമാണ്. ആന്ധ്രയിലെ ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനിലെ വിധവയായ ഒരു സ്ത്രീയുടെ മകൻ, അവൻ വളർന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദൈവിക ദൂതായി പ്രൊഫസിയായി പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വേല ചെയ്യണം, നിനക്ക് അതിനുള്ള വിളിയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും അറിയാം വിളിയുണ്ടെന്ന്. പക്ഷേ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. സ്വന്തം കൾച്ചറിൽ നിന്നും ഭാഷയിൽ നിന്നും മാറി നിൽക്കുന്ന ബുദ്ധിമുട്ട്. വചനം വന്ന് പഠിക്കാൻ ഞാൻ ക്ഷണിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ആദ്യം ഞാൻ കൊമ്പനാട് അഡ്മിഷൻ എടുത്തു കൊടുത്തു, അവിടെ വരാൻ പറ്റിയില്ല. പിന്നെ കൊട്ടാരക്കര അഡ്മിഷൻ എടുത്തു കൊടുത്തു, അവിടെ വന്ന് 3 വർഷം പഠിച്ചു. ആ ബുദ്ധിമുട്ടിനെയൊക്കെ അതിജീവിച്ചു. അങ്ങനെ നല്ലൊരു വേലക്കാരനായി വചനം പഠിച്ച് തിരിച്ചു ചെന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് ദൈവം നിയോഗിക്കുന്ന ഒരു പുതിയ സ്ഥലത്ത് വേല ചെയ്യണം. അതൊരു ഏകദേശം ഒരു വർഷത്തിൻ്റെ ഇതുപോലുള്ള അവസാന മാസങ്ങളാണ്. ആ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, അടുത്ത വർഷം 7 സ്ഥലങ്ങളിൽ വേലകൾ തുടങ്ങണം. അപ്പം ഞാൻ ചിന്തിച്ചു, 7 സ്ഥലങ്ങളിൽ വേലകൾ തുടങ്ങണമെങ്കിൽ 7 പാസ്റ്റേഴ്സ് വേണം. എങ്ങനെ കാര്യങ്ങൾ അവരെ സാമ്പത്തികമായി എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 7 ഗ്രാമങ്ങൾ കൂടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വേല ചെയ്യാൻ ദൈവം എനിക്ക് പ്രേരണ തരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, 7 പേരുടെ ആവശ്യമില്ല, ഒരാളെ കൊണ്ട് 7 ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങളവിടെ സഞ്ചരിച്ച്, ബൈക്കിൽ സഞ്ചരിച്ച്, നടന്നുമൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ആദ്യം പ്രാർത്ഥന എല്ലാ ഗ്രാമങ്ങളിലും ആവശ്യമാണ്. സുവിശേഷം അറിയിക്കണം, അതിനു മുമ്പ് തന്നെ പ്രാർത്ഥനയിൽ പോരാടണം. പ്രെയർ വോക്കൊക്കെ ആവശ്യമാണ്, പ്രെയർ ജേണിയൊക്കെ ആവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് സൺഡേ സ്കൂളും ട്യൂഷനും തുടങ്ങി. 10-40 കുട്ടികൾ വരാൻ തുടങ്ങി. അവരെ വചനം പഠിപ്പിച്ചു, ട്യൂഷനും പഠിപ്പിച്ചു. പിന്നെ ആ മുറി നിറഞ്ഞപ്പോൾ ആ ജംഗ്ഷനിലെ ഒരു കടയുടെ മുകളിൽ ഒരു ചെറിയ ഹോൾ എടുത്ത് സൺഡേ സ്കൂൾ അവിടേക്ക് മാറ്റി. കുട്ടികളുടെ എണ്ണം 60-70 അവരെ വെച്ച് സഭായോഗം തുടങ്ങി. അവർ ഞായറാഴ്ച വരാൻ തുടങ്ങി. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം ആവശ്യകതയായിട്ട് വന്നു. സ്ഥലം ആവശ്യമായി വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ദർശനം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എത്ര സെൻറ്റ് സ്ഥലമാണ് ആഗ്രഹിക്കുന്നതെന്ന്. സാധാരണ അവിടെയൊക്കെ സഭാഗോള് പണിയാൻ 4-5 സെൻറ്റ് മതി, അത്രയും ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു 20 സെൻറ്റ് കിട്ടിയാൽ കൊള്ളാവും. കാരണം ചർച്ച് പണിയണം, പാസ്റ്റേജ് വേണം, നമുക്കൊരു കൺവെൻഷനൊക്കെ നടത്തണം, പിന്നെ ഭാവിയിൽ വണ്ടികളൊക്കെ വരും, അന്നേരം പാർക്ക് ചെയ്യാനും സ്ഥലം വേണം. ചെറിയ ഗ്രാമമാണെങ്കിലും വിശാലമായ ദർശനം. ഞാൻ നിരുത്സാഹപ്പെടുത്താനൊന്നും പോയില്ല. പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. സ്ഥലം നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ജംഗ്ഷനടുത്ത് പറ്റിയൊരു സ്ഥലം വിൽക്കാനിട്ടിരിക്കുന്നു. അത് വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ രണ്ടും കയറി അതിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഉടമസ്ഥനോട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോൾ സെൻറ്റിന് 1 ലക്ഷം രൂപയാകും. അപ്പോൾ 20 സെൻറ്റിന് 20 ലക്ഷം രൂപയാകും. കയ്യിൽ പൈസയൊന്നുമില്ല. ഞങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിഷൻ പ്രവർത്തനത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിൽ ഉപയോഗിക്കരുത്, കേരളത്തിന് വെളിയിലെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു, അതിനെന്താ ചെയ്യാം. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ധാരണ, സാധാരണ ആളുകൾ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ തരും, അങ്ങനെ വല്ലതും ആയിരിക്കും. അങ്ങനെ ഞാൻ സമ്മതിച്ചു. സംഭാഷണം നിർത്താറായപ്പോൾ ഞാനൊന്ന് ചോദിച്ചു, എത്ര കൊടുക്കാനാണ് മനസ്സിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, 20 ലക്ഷം തരാനാണ്. ഞങ്ങൾക്ക് വേണ്ടത് 20 സെൻറ്റും 20 ലക്ഷവുമാണ്. അതൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ് 20 ലക്ഷം തരാനാണ് പ്രേരിപ്പിക്കുന്നത്.
അപ്പോൾ ആന്ധ്രയിലെ കുഗ്രാമത്തിൽ കിടക്കുന്ന ഒരാളുടെ ഒരു ദൈവഭൃത്യൻ്റെ വിശ്വസ്തത കണ്ട്, അദ്ദേഹത്തിന് ദൈവത്തോടുള്ള സ്നേഹം കണ്ട്, ആ ഗ്രാമങ്ങളെ സുവിശേഷീകരിക്കാനുള്ള ആഗ്രഹം കണ്ട്, അദ്ദേഹം ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ആവശ്യപ്പെട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഞാനും പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി അത്രയും തുക ഒന്നിച്ചു തരികയാണ്. ഹല്ലേലൂയ. കർത്താവ് ഇന്നും തൻ്റെ സഭയെ സ്നേഹിക്കുന്നു. താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ആരും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നും കർത്താവ് തൻ്റെ സഭയെ പണിയുന്ന കർത്താവാണ്. അവിടുന്ന് തൻ്റെ സഭയെ പണിയും. അതിൻ്റെ ഒരു പങ്ക് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്ന വിളി എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. പ്രാർത്ഥന കൊണ്ട്, സുവിശേഷത്തിന് സാക്ഷിയായിക്കൊണ്ട്, വീട്ടിൽ പ്രാർത്ഥന വെച്ചുകൊണ്ട്, അയൽക്കാരോട് സുവിശേഷം പറഞ്ഞുകൊണ്ട്, പരസ്യയോഗങ്ങൾ നടത്തിക്കൊണ്ട്, ഹല്ലേലൂയ, സുവിശേഷ യോഗങ്ങൾ നടത്തിക്കൊണ്ട്, ട്രാക്റ്റുകൾ കൊടുത്തുകൊണ്ട്, ബൈബിൾ കൊടുത്തുകൊണ്ട്, മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ടൊക്കെ അത് ഭംഗിയായി ചെയ്യണം. ഹല്ലേലൂയ. നിത്യതയിലെ അതിൻ്റെ പ്രതിഫലം കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ ഇതിനൊക്കെ ഇത്ര മൂല്യമുണ്ടായിരുന്നുവെന്ന് അന്നേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ ആരും മാന്യത തന്നില്ല എന്നോർത്ത് ചെയ്യുന്നത് വ്യർത്ഥമെന്ന് ചിന്തിക്കരുത്. നിത്യതയിൽ അതിൻ്റെ മൂല്യം തിരിച്ചറിയും. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ സഭയെ പണിയുന്നു. ഹല്ലേലൂയ. മൂന്നാമതൊരു പണി കൂടി ഉണ്ട്. സമയപരിമിതി നിമിത്തം ഞാൻ പറഞ്ഞു നിർത്തിയാണ്. യോഹന്നാൻ 14:2-3 വാക്യങ്ങളിൽ യേശു പറയുന്ന വാക്കുകളാണ്. അതോടൊന്ന് വായിച്ചു നിർത്താം. ജോൺ ചാപ്റ്റർ 14:2-3. ഇവിടെ കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഭവനം പണിയാൻ പോകുന്നു. നല്ല ഭവനങ്ങളെ, മാൻസൺസ് എന്നൊക്കെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല കൊട്ടാരങ്ങളെ പണിയാൻ പോകുന്നു, ഒരുക്കാൻ പോകുന്നു. എബ്രായർ 11:10 നാം വായിക്കുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. അപ്പോൾ ഭൂമിയിൽ സഭ പണിയുന്ന കർത്താവ് സ്വർഗത്തിൽ ഒരു വലിയ കാര്യം സഭയ്ക്ക് വേണ്ടി പണിയുന്നുണ്ട്. എന്താണ്? പുതിയ യെരൂശലേം എന്നൊരു ശ്രേഷ്ഠ നഗരം, എ ന്യൂ സിറ്റി, ഒരു ഹോളി സിറ്റി, ഒരു വിശുദ്ധ നഗരം, പുതിയൊരു നഗരം, പുതിയ യെരൂശലേം എന്ന നഗരം, സ്വർഗീയ യെരൂശലേം എന്ന നഗരം. ഇവിടെ നമുക്ക് വേണ്ടി തലമുറകളെ ദൈവം പണിത് ആത്മീയത്തിൽ കൊണ്ടുവരുന്നു. സഭയെ ദൈവം പണിതെടുത്തുകൊണ്ടിരിക്കുന്നു. അതേ കർത്താവ് സ്വർഗത്തിലെ ലിറ്ററലായിട്ടൊരു വലിയ സിറ്റി പണിയുന്നുണ്ട്. ഒരു ഹോളി സിറ്റി, പുതിയ യെരൂശലേം, സ്വർഗീയ യെരൂശലേം, വിശുദ്ധ നഗരം എന്നൊക്കെ പല പേരിൽ വിശേഷിപ്പിക്കുന്ന ഒരു നഗരം നമുക്ക് വേണ്ടി പണിയുന്നുണ്ട്. ഹല്ലേലൂയ. അതൊരു ശ്രേഷ്ഠ നഗരമാണ്. ഞാൻ ചില പുസ്തകങ്ങളിലൊക്കെ എഴുതിയ ഒരു വാചകം ഇങ്ങനെയാണ്: എത്ര കണ്ടാലും കൊതി തീരാത്ത, എത്ര വർണ്ണിച്ചാലും മതി വരാത്ത, എത്ര താമസിച്ചാലും മടുപ്പ് വരാത്ത, എത്ര പാർത്താലും നമുക്ക് മടുപ്പ് വരാത്ത സ്ഥലമാണ് ഏത്? സ്വർഗം, സ്വർഗീയ യെരൂശലേം. എത്ര കണ്ടാലും നമുക്ക് കൊതി തീരത്തില്ല, എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് പോയി പാർത്താലും കുറച്ച് ദിവസം പാർക്കുമ്പോൾ, കുറേ വർഷങ്ങൾ പാർക്കുമ്പോൾ മടുപ്പ് വരും. പക്ഷേ പുതിയ യെരൂശലേമിൽ എന്നും പുതുമയുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നും പുതിയതുപോലെ അത് തോന്നും, പുതിയ അനുഭവം ഉണ്ടാകും. എത്ര പാർത്താലും അവിടെ മടുപ്പ് വരത്തില്ല. നിത്യത മുഴുവൻ അവിടെ താമസിച്ചാലും നമുക്ക് മടുപ്പ് വരാത്തതിൻ്റെ കാരണം എന്നും അതിലെ പുതുമയുണ്ടായിരിക്കും. അത് പഴയതല്ല, പഴകിപ്പോകത്തില്ല. ഈ ഭൂമിയിലെല്ലാം പഴകുന്നതാണ്, എന്നാൽ പുതിയ യെരൂശലേം എന്നും പുതിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൽക്കാലിക വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമി ഇത്ര സുന്ദരമാണെങ്കിൽ, നിത്യവാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്വർഗീയ യെരൂശലേം എത്ര ഭംഗിയുള്ളതായിരിക്കും. താൽക്കാലിക വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമി നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഇവിടെ വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹിക്കത്തില്ല. അത്രയ്ക്ക് കാണുവാൻ കൊള്ളാവുന്നതാണ്. ഈ താൽക്കാലിക വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമി ഇത്ര സുന്ദരമാണെങ്കിൽ, നിത്യയുഗായുഗങ്ങൾ പാർക്കേണ്ടതിനായി ദൈവം നിർമ്മിക്കുന്ന സ്വർഗീയ യെരൂശലേം എത്ര ഭംഗിയുള്ളതാണ്, എത്ര മനോഹരമാണ്, എത്ര സന്തോഷമുള്ളതാണ്. കുഞ്ഞാടിനോട് ചേർന്ന്, യേശു കർത്താവിനോട് ചേർന്ന് അവിടെ വാഴുന്നത് എത്ര സന്തോഷകരമാണ്. കർത്താവിനെ അവിടെ ആരാധിക്കുന്നത് എത്ര ആനന്ദദായകമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് വേണ്ടി നല്ലൊരു നഗരം പണിയുക. അതൊരു മൂവിങ് സിറ്റിയാണ്. ഈ ഭൂമിയിൽ ഒരിടത്തൊരു വീട് പണിതാൽ നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു പട്ടണം പണിത് കഴിഞ്ഞാൽ അത് പൊക്കിയെടുത്ത് വേറെ അടുത്ത് കൊണ്ടുവെക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിൽ പണിയുന്ന ആ പുതിയ യെരൂശലേം എന്താണ്? ഒരു മൂവിങ് സിറ്റിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം, പുതിയ ഭൂമി ഉണ്ടാക്കി കഴിയുമ്പോൾ, വെളിപ്പാട് 21 വായിക്കുന്നുണ്ട്, പുതിയ ഭൂമി ആകാശം നിർമ്മിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലുള്ള ഈ പുതിയ യെരൂശലേം എന്ന നഗരം എവിടേക്ക് ഇറങ്ങി വരും?
പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. യോഹന്നാനെ കർത്താവ് അത് കാണിക്കുന്നുണ്ട്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഇതാ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ യെരൂശലേം ഒരു മൂവിങ് സിറ്റിയാണ്. അനേക രത്നങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മുത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, വിലപിടിപ്പുള്ള ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹരമാണ്, സുന്ദരപൂർണ്ണമാണ്, വിലയുള്ളതാണ്, പഴക്കം വരാത്തതാണ്, എന്നും പുതുമയുള്ളതാണ്. യേശു അതിൻ്റെ വിളക്ക. സൂര്യൻ്റെ ആവശ്യമില്ല, ചന്ദ്രൻ്റെ ആവശ്യമില്ല, കുഞ്ഞാട് അതിൻ്റെ തേജസ്. ആ പുതിയ യെരൂശലേം എന്ന ശ്രേഷ്ഠ നഗരം ആർക്ക് വേണ്ടിയാ? പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടി. ഹല്ലേലൂയ. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ശ്രേഷ്ഠ നഗരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തക്ക സമയത്ത് മടങ്ങി വരും. നാം പുതിയ ശരീരം പ്രാപിച്ച് തേജസ്സിൽ എടുക്കപ്പെടും. കർത്താവിനോട് ചേർന്ന് നിത്യ യുഗായുഗങ്ങൾ വാഴും. കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന ആ ശ്രേഷ്ഠ നഗരത്തെ ഓർത്ത്, ക്രിസ്തുവിനോട് ചേർന്നുള്ള വാസത്തെ ഓർത്ത് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. കുറവുകളെയൊക്കെ തീർത്ത് കൂടുതൽ പ്രതിഫലം പ്രാപിക്കേണ്ടതിനായി, കൂടുതൽ കിരീടങ്ങൾ പ്രാപിക്കേണ്ടതിനായി, കൂടുതൽ തേജസ്സോടെ അവിടെ നിൽക്കേണ്ടതിനായി കർത്താവെ എന്നെ ഒരുക്കണമേ, എൻ്റെ കുടുംബാംഗങ്ങളെ ഒരുക്കണമേ, എൻ്റെ സഭയെ ഒരുക്കണമേ എന്ന് ഒരു നിമിഷം ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് വൈനാട് ചർച്ച് ഒന്നിച്ച് ഈ ആരാധന ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, അവിടെ ഞങ്ങളെ കുറവുകളെ തീർത്ത് പണിതെടുക്കണമേ, നല്ല ജീവിതങ്ങളാക്കണമേ, വിശ്വസ്തരാക്കണമേ. അവിടെ കൂടുതൽ സ്വർഗീയ പ്രതിഫലം പ്രാപിക്കത്തക്ക നിലയിൽ, കൂടുതൽ തേജസ്സോടെ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കത്തക്ക നിലയിൽ ഈ ഭൂമിയിലെ ജീവിതം ക്രമപ്പെടുത്തേണ്ട എല്ലാ മേഖലകളിലും ക്രമപ്പെടുത്തുവാൻ, ഉത്സാഹത്തോട് ചെയ്യേണ്ട ആത്മീയ ശുശ്രൂഷകൾ ഉത്സാഹത്തോട് ചെയ്യുവാൻ, വിശുദ്ധിയോട് ജീവിക്കേണ്ട എല്ലാ മണ്ഡലങ്ങളിൽ വിശുദ്ധിയോട് ജീവിക്കുവാൻ, വിശ്വാസം വർദ്ധിച്ചവരായി, വിശ്വസ്തത വർദ്ധിച്ചവരായി, കൃപ വർദ്ധിച്ചവരായി ഈ തലമുറയിൽ നിൽക്കുവാൻ ദൈവം എല്ലാവരുടെ മേൽ കൃപ പകരണമേ. ഈ പ്രാദേശിക സഭയുടെ മേലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ. ഈ ശുശ്രൂഷകളുടെ മാരുടെ മേലെ ദൈവത്തിൻ്റെ കൃപകൾ, കടാക്ഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പണിയുന്ന ദൈവമാണ്. തകർക്കപ്പെട്ട തൻ്റെ തിരുശരീരത്തെ യേശു എന്ത് ചെയ്തു? പണിതു. തകർന്നു നുറുങ്ങിയ, ഇനിയും പണിയപ്പെടാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച, അത്രയ്ക്ക് തകർത്ത് നുറുക്കിയ ശരീരത്തെ കർത്താവ് തേജസ്സോടെ പണിതു. നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആത്മീയ അനുഗ്രഹം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നന്മ തലമുറകളാണ്. ആത്മീയ അനുഗ്രഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ തലമുറകൾ. വീടല്ല, വസ്തുവകയല്ല, ബാങ്ക് ബാലൻസ് അല്ല, വാഹനങ്ങളല്ല, നിങ്ങളുടെ തലമുറകൾ. അവരുടെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്ന, ഓടുന്നതും. അവരെ ആത്മീയമായി പണിയുവാൻ നമ്മുടെ കർത്താവ് ശക്തൻ. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയിലുള്ള തലമുറകൾക്ക് വേണ്ടി, ലോകമെങ്ങുമുള്ള ദൈവമക്കളുടെ തലമുറകൾക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട കാലമാണ്. കാരണം പാപം വർദ്ധിക്കുന്നു, ദുരുപദേശങ്ങൾ വർദ്ധിക്കുന്നു, മറ്റ് മതങ്ങളുടെ വശീകരണ ശക്തികളൊക്കെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തലമുറകളെ പണിയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3, സഭയെ കർത്താവ് ഇന്ന് ശക്തിയോടെ പണിയുന്നു. ഒട്ടനവധി പ്രതിസന്ധികൾ സാത്താൻ 4 പാടൊന്നും കൊണ്ടിട്ടിട്ടും ഇന്നും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആയിരങ്ങൾ, 10,000 ജനലക്ഷങ്ങൾ, ജനകോടികൾ ഭൂമി മുഴുവനുണ്ട്. ഹല്ലേലൂയ. അവർ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവെന്ന് തോന്നിയാലും അവർ ജാഗ്രതയോടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. സഭയെ കർത്താവ് പണിയുന്നു. അവസാനമായി നാം പറഞ്ഞ് മനസ്സിലാക്കിയത്, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ശ്രേഷ്ഠ നഗരം, പുതിയ യെരൂശലേം എന്ന ആ നല്ല നഗരം, നിത്യത മുഴുവൻ പാർക്കേണ്ടതിനായി, യേശുവിനോട് ചേർന്ന് വസിക്കേണ്ടതിനായി പണിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠ നഗരം. ഹല്ലേലൂയ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നല്ല നീതിയും വീതിയും നീളവും ഉയരമൊക്കെ ഉള്ള ഒരു ശ്രേഷ്ഠ നഗരം, സുന്ദരമായൊരു നഗരം. വെളിപ്പാട് 21, 22 പഠിക്കുമ്പോൾ അറിയാം, ഏറ്റവും ഭംഗിയുള്ള നഗരം, പഴക്കം വരാത്ത നഗരം നമുക്ക് വേണ്ടി പണിയുക. അവിടെയുള്ള നിത്യവാസത്തിന് വേണ്ടി, യേശുവിനോട് ചേർന്നുള്ള വാസത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് പണിയുന്ന കർത്താവാണ്. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.